കേരള സർവകലാശാലയിലെ SFI സമരത്തിൽ നിലപാട് കടുപ്പിച്ച വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ചാൻസലറായ ഗവർണറെ VC നേരിൽ കണ്ട് പരാതി അറിയിച്ചു. അനാവശ്യ പ്രവർത്തനങ്ങൾ വച്ചുപൊറുപ്പിക്കില്ലെന്ന് VCക്ക് ചാൻസലർ ഉറപ്പു നൽകി. സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെ അടുത്തയാഴ്ച നടത്താനിരുന്ന സെനറ്റ് യോഗവും റദ്ദാക്കി. തനിക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ യോഗത്തിന് തീയതി ക്രമീകരിക്കാൻ VCക്ക് ഗവർണർ നിർദ്ദേശം നൽകി. ഗോപാൽ സനൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഗോപാൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ VCയും സിൻഡിക്കേറ്റും തമ്മിൽ വ്യത്യസ്ത ധ്രുവങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വലിയ തരത്തിലുള്ളൊരു സംഘർഷം കൂടി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഗവർണറെ കണ്ട് VC പിന്തുണ ഉറപ്പാക്കിയ സ്ഥിതിക്ക് ഇനി VCയുടെ ഭാഗത്തുനിന്നുള്ള കടുത്ത നിലപാടുകൾ കൂടി പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതെ ജിൽസി, കാരണം കേരള സർവകലാശാലയിൽ SFI സിൻഡിക്കേറ്റ് ഒരു വശത്തും അതിനോടൊപ്പം തന്നെ മറുവശത്ത് വൈസ് ചാൻസലറും എന്ന നിലയ്ക്കാണ് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ വിഷയങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ SFI നടത്തുന്ന സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സർവകലാശാല യൂണിയനെ അധികാരത്തിലേൽക്കാൻ VC അനുവദിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ വൈസ് ചാൻസലർ ശ്രമിക്കുന്നു എന്നടക്കമുള്ള വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർവകലാശാല ചരിത്രത്തിലാദ്യമായി ഇത്തരത്തിൽ ക്യാമ്പസിനുള്ളിൽ ഒരു സമരപ്പന്തൽ കെട്ടിക്കൊണ്ട് SFI സമരം നടത്തുന്നത്. ഈ സമരപ്പന്തൽ കെട്ടിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത് പൊളിച്ചു നീക്കണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് വൈസ് ചാൻസലർ രംഗത്ത് വന്നിരുന്നു. രജിസ്ട്രാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും പോലീസിനടക്കം ഇത് പൊളിച്ചു മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ ഇടപെടൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ക്രമസമാധാന പ്രശ്നം പറഞ്ഞ് പോലീസും ഈ വിഷയത്തിൽ കൈമലർത്തി സംഘർഷത്തിലേക്കൊക്കെ നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാട്ടി പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അടുത്ത നീക്കവുമായി വൈസ് ചാൻസലർ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചാൻസലർ കൂടിയായ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറിനെ രാജ്ഭവനിലെത്തി വൈസ് ചാൻസലർ കണ്ടിരുന്നു. ഇതുവരെ സർവകലാശാലയിൽ നടന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കൂടിക്കാഴ്ച അദ്ദേഹം നടത്തിയത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു സമരപ്പന്തൽ സർവകലാശാലയ്ക്കുള്ളിൽ ഉയർന്നത് സർവകലാശാലയുടെ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് എന്നും അത് സർവകലാശാലയെ ആകമാനം അപമാനിക്കുന്ന തരത്തിലേക്കുള്ളതാണ് എന്നുമുള്ള ഒരു കാര്യമാണ് സർവകലാശാല വൈസ് ചാൻസലർക്ക് മുൻപാകെ വെച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായ പിന്തുണ ഉറപ്പാക്കും എന്ന് വൈസ് ചാൻസലറായ ഗവർണർ അറിയിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതുപ്രകാരം അടുത്തയാഴ്ച നടത്താനിരുന്ന സെനറ്റ് യോഗം, അതായത് കഴിഞ്ഞ ദിവസം ഒരു സിൻഡിക്കേറ്റ് യോഗം ചേരാനിരുന്നു എങ്കിൽ പോലും അവസാന നിമിഷം യോഗം മാറ്റിവെക്കുന്നു എന്ന് വൈസ് ചാൻസലർ അറിയിക്കുകയായിരുന്നു. അതും ഈ സമരത്തെ സംബന്ധിച്ച് തന്നെയാണ്. സുരക്ഷാ പ്രശ്നമുള്ളതിനാലും സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സർവകലാശാലയ്ക്കുള്ളിൽ നടക്കുന്നതിനാലും വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തുകയോ യോഗത്തിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നില്ല. കൂടാതെ യോഗം മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് രജിസ്ട്രാർ യോഗം മാറ്റിവെക്കുകയും ചെയ്തു. അതിന്റെ തുടർച്ചയായെന്നോണമാണ് ഈ സെനറ്റ് യോഗം. അടുത്ത ഫെബ്രുവരി 4-ാം തീയതി ആയിരുന്നു ചില പ്രധാനപ്പെട്ട അജണ്ടകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സെനറ്റ് യോഗം സർവകലാശാലയ്ക്കുള്ളിൽ ചേരാനിരുന്നത്. എന്നാൽ ആ യോഗവും മാറ്റിവെച്ചുകൊണ്ട് ഇപ്പോൾ വൈസ് ചാൻസലർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ഈ സിൻഡിക്കേറ്റ് യോഗ പ്രകാരമാണ് ഇത്തരത്തിൽ സെനറ്റ് യോഗം ചേരേണ്ടതെന്നും സിൻഡിക്കേറ്റ് യോഗം ചേരാത്തതിനാൽ സെനറ്റ് യോഗം ചേരുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് കാട്ടിയുമാണ് വൈസ് ചാൻസലർ ഇത്തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ അടുത്ത സെനറ്റ് യോഗത്തിൽ താൻ ഉറപ്പായും പങ്കെടുക്കും എന്ന് ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലറെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ കൂടി സൗകര്യം പരിഗണിച്ചുകൊണ്ട് ഒരു തീയതി നിശ്ചയിക്കാനാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശം.